അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലേക്ക് കോണ്ടന്റുകൾ എത്തിക്കുക. 10 മുതൽ 15% വരെ നിഷ്പക്ഷ വോട്ടർമാർ നമുക്കിടയിലുണ്ട്. ഈ നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലേക്ക് കോണ്ടന്റുകൾ എത്തിച്ച് അവരെ പോളിംഗ് ബൂത്തിൽ അനുകൂലമാക്കി എടുക്കുക എന്നതാണ് ഈ ടാർഗറ്റിംഗ് മെത്തേഡിന്റെ ഒരു രീതി. നാലാമത് സൈബർ വിങ്ങും അവരുടെ പ്രതിരോധവും. ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഏത് കാൻഡിഡേറ്റ്സും ആയിക്കോട്ടെ, അവർക്ക് ഒരു കൂട്ടം സൈബർ വിങ് ഉണ്ടാവും. അവർ തീരുമാനിക്കും ഏത് വിഷയത്തെ എങ്ങനെ നേരിടാം, അവർ നേരിടുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. മിക്ക കമന്റുകളും ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നായിരിക്കും. സൈബർ വിങ്ങിന്റെ നേതൃത്വത്തിലുള്ള ഒരു കൂട്ടം ഫേക്ക് അക്കൗണ്ടുകൾ എല്ലാ ആൾക്കാരും കയ്യിൽ വെച്ചിരിക്കും. ആ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് തോന്നിയതുപോലെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുക. ഈ സൈബർ കൂട്ടത്തിന്റെ ആക്രമണത്തിൽ പറഞ്ഞ വിഷയത്തെ ഏത് രീതിയിലും തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നതാണ് മറ്റൊരു അജണ്ട. അഞ്ചാമതായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം. ഡീപ് ഫേക്കിലൂടെയുള്ള പ്രതിരോധം, അതായത് വ്യക്തികളുടെ ശബ്ദവും രൂപവും എല്ലാം ഡീപ് ഫേക്ക് ചെയ്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. അതായത് യഥാർത്ഥത്തിൽ നടക്കാത്ത വിഷയങ്ങൾ പോലും ഡീപ് ഫേക്ക് കോണ്ടന്റുകളിലൂടെ ജനങ്ങളിൽ പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു രീതിയുടെ പ്രത്യേകത. വ്യക്തിഗത സന്ദേശങ്ങളും നമുക്ക് AI രൂപത്തിൽ കിട്ടും. അതായത് ഒരു വ്യക്തിയുടെ ശബ്ദം അനുകരിച്ച് AI-യിലൂടെ ആ ശബ്ദ സന്ദേശം നമ്മളിലേക്ക്, വോട്ടർമാരിലേക്ക് എത്തുന്ന ഒരു രീതിയാണ്. ആറാമതായി ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. സാധാരണക്കാർക്ക് രാഷ്ട്രീയക്കാർ, നേതാക്കന്മാർ ഇവരെക്കാളൊക്കെ ഇഷ്ടം അവർ ഡെയിലി കാണുന്ന സോഷ്യൽ മീഡിയ താരങ്ങളെയാണ്. ഈ സോഷ്യൽ മീഡിയ താരങ്ങൾ ഉപയോഗിച്ച് പ്രചാരണം നടത്തുന്ന രീതിയാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ അല്ല, ഇതെല്ലാം സാധാരണഗതിയിൽ അവർ ചെയ്യുന്ന കോണ്ടന്റ് പോലെ തന്നെയാണ് എന്ന്. പക്ഷേ ഇതും ഈ ഇലക്ഷനിൽ ഒരു തന്ത്രമായി ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഏഴാമതായി ഭരണവിരുദ്ധ വികാരം മറികടക്കൽ. ഈ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഭരണത്തിന്റെ വീഴ്ച എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം മറ്റു വിഷയങ്ങൾ ഉന്നയിച്ച് അത് പൊക്കിക്കാണിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ രീതിയിൽ PR വർക്കിന്റെ അകമ്പടിയോട് കൂടിയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും മറ്റു പാർട്ടികളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആര് എന്ന് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. എന്നാൽ PR ഏജൻസികൾ മറന്നുപോയ ഒരു കാര്യമുണ്ട്. PR വഴി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വിലക്കെടുക്കാമെന്ന് ഒരു PR ഏജൻസിയും തെറ്റിദ്ധരിക്കേണ്ട. ഈ സത്പേര് നിർമ്മാണം അമിതമായാലും ജനങ്ങൾക്ക് അത് മനസ്സിലാവും. അത് വോട്ടായി മാറില്ല എന്നതും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് ബോധ്യമാകും എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം.